പ്രശ്നങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരു പുതിയ അക്കാഡമിക് പ്ലാനാണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത്. ഇത് നിങ്ങൾക്കും കൂടെ അക്സെപ്റ്റബിൾ ആണ് എങ്കിൽ, എന്തുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യണതിൻ്റെ കാരണം എന്താ? നമ്മുടെ സ്റ്റുഡൻറ് സെൻറ്റർ ലേണിംഗിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡു നോട്ട് ടേക്ക് ഡിസിഷൻസ് അബൌട്ട് സ്റ്റുഡൻസ് വിത്തൗട്ട് സ്റ്റുഡൻസ്. ആ തിയറിയിൽ എന്താണ്, നിങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങളുമായി ചർച്ച ചെയ്യാതെ, നിങ്ങളുടെ കൺസെന്റ് ഇല്ലാതെ നിങ്ങളുടെ മേലൊരു തീരുമാനം നമ്മൾ അടിച്ചേൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് തുടരുകയും അത് വേണമെങ്കിൽ മാറ്റുന്നതിനും യാതൊരുവിധ തടസ്സങ്ങളും നിലവിലില്ല. അപ്പോൾ നമ്മൾ കണ്ടൊരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ, സോൾവിങ് ദ എൻഡ് സെമസ്റ്റർ ബോട്ടിലേക്ക് 4ാമത്തെ മാസമാകുമ്പോൾ എല്ലാവരും കൂടി ടൈറ്റ് ആവുന്നു. കുറെ ആൾക്കാർ വർക്ക് തീരാത്തതുകൊണ്ട് ആ വർക്ക് തീർക്കാനായിട്ട് പോകുന്നു. അവരെ വർക്ക് തീർത്തില്ലെങ്കിൽ ക്ലാസ് മുറിയിൽ നിന്ന് ഇറക്കുന്നു. എ ബാച്ച്, ബി ബാച്ച്, സി ബാച്ച് എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ എന്ത് ചെയ്യുന്നു, എയും ബിയും വലിയ പ്രശ്നമില്ലാതെ പോകുന്നു. സി ബാച്ചുകാർ ചിലപ്പോൾ എന്താണ് വർക്കിലേക്ക് മാത്രമായിട്ട് പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യാം, നമുക്ക് ഒന്നും കൂടി ക്രമീകരിക്കലാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്ലാസ്സിലുള്ള ഒരു 40 കുട്ടികൾ ഏകദേശം ആവറേജ് ആൻഡ് എബോവ് ആവറേജ് പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ, ഒരു 10-20 കുട്ടികൾ ഒരുപക്ഷെ ക്ലാസ് അനുസരിച്ച് വേരി ചെയ്യും. പിന്നെന്താണ്, അവർക്ക് ഓടിയെത്താനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ആ ആളുകൾക്ക് എന്താണ്, ഇവർക്ക് എന്താ പഠിപ്പിക്കണം, ചില ടഫ് സബ്ജക്ട്സ് പഠിച്ച് മനസ്സിലാക്കാൻ നിലവിൽ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ കുട്ടികളുടെ പ്രശ്നം കാരണം വീക്ക് സ്റ്റുഡൻസിന് എന്ത് ചെയ്യുന്നു, ഫാക്കൽറ്റീസിന് 80% ഓഫ് ദ അറ്റൻഷൻ കൊടുക്കേണ്ടി വരുന്നു ഫൈനൽ മന്തിൽ. അങ്ങനെ ഹൈ അച്ചീവേഴ്സ് ആയിട്ടുള്ള എസ് ഗ്രേഡ് കിട്ടേണ്ട ആൾക്കാർക്ക് ആവശ്യത്തിന് ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്നില്ല. ടീച്ചേഴ്സ് ഈ 2 ആൾക്കാരുടെ ഇടയിൽ നിന്നിട്ട് എന്ത് ചെയ്യുന്നു, ബേൺ ഔട്ട് ആവുന്നു. ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഈ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ്, അല്ലെങ്കിൽ ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻസിന്റെ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് നിലവിൽ പോകുന്നത്. അപ്പോൾ ഈ സൊല്യൂഷനിൽ എന്താണ്, നമ്മളുടെ സിലബസ് എന്ന് പറഞ്ഞത് 2 ട്രാക്കുകളിലായിട്ടായിരിക്കും മൂവ് ചെയ്യണത്. ഇത് സൊല്യൂഷൻ അല്ല കേട്ടോ, സ്ട്രാറ്റജിയാണ്. സൊല്യൂഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ നടപ്പാക്കുന്നതാണ് പിന്നീട് ചർച്ചകളിലൂടെ. ഒന്ന് ട്രാക്ക് എ, ട്രാക്ക് ബി. ട്രാക്ക് എ എന്ന് പറഞ്ഞ ഒരു ബേസ് ലൈൻ, ഒരു സിലബസിൽ നമുക്ക് 4 മൊഡ്യൂളിലുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആ 4 മൊഡ്യൂളിൽ നിന്ന് നമ്മൾക്ക് പാസ്സാകാൻ ആവശ്യമായ ഒരു 70% കാര്യം ആ ടീച്ചർ നേരത്തെ കണ്ടെത്തുക. ആ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക, അത് ആദ്യത്തെ 2.5 മാസക്കാലത്തിനിടയിൽ അല്ലെങ്കിൽ 2 മാസക്കാലത്തിനിടയിൽ എന്ത് ചെയ്യുക, നിലവിൽ പഠിപ്പിച്ച് തീർക്കുക. മസ്റ്റ് നോ കണ്ടന്റ്. ആ സബ്ജക്റ്റ് തീരണ സമയത്ത് എന്ത് ചെയ്യണം, നിർബന്ധമായും ആ 2.5 മാസത്തിനിടയിൽ ഈ കണ്ടന്റുകൾ തീർത്തിട്ടുണ്ടാവണം. എന്ന് പറഞ്ഞാൽ ടഫായിട്ടുള്ള പ്രോബ്ലമാറ്റിക് ഏരിയകൾ എന്ത് ചെയ്യണം, ചിലപ്പോൾ നമ്മൾ വിട്ടിട്ട് നമ്മൾ ബാക്കിയുള്ള 70%. അപ്പോൾ എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യും, ഏകദേശം നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആദ്യത്തിൽ പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, ഈ കഴിഞ്ഞിട്ട് ട്രാക്ക് ബിയിലേക്ക് മാറും. ട്രാക്ക് ബിയിലേക്ക് എല്ലാ ആളുകളും മാറുന്നില്ല. അതിന് പകരം എന്ത് ചെയ്യും, നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യേണ്ട സ്റ്റുഡിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് പോർഷൻസ് പഠിപ്പിക്കാൻ പറ്റുന്ന ആ കുട്ടികളായിരിക്കും ട്രാക്ക് ബിയിലേക്ക് ഓട്ടോമാറ്റിക്കലി മാറുന്നത്. ബാക്കിയുള്ളവരെന്ത് ചെയ്യും, ചിലപ്പോൾ ട്രാക്ക് എയിലുള്ള കാര്യങ്ങൾ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് അതെന്ത് വേണമെന്ന് ഒന്നും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഫൈനലാക്കും കേട്ടോ. അപ്പോൾ അതാണ് ഒരു സ്ട്രാറ്റജി. അപ്പോൾ ഒരു ക്ലാസ്സിലുള്ള സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യും, 2 കാറ്റഗറിയിലേക്ക് തിരിക്കും. ആദ്യത്തെ ട്രാക്ക് എല്ലാ ആൾക്കാർക്കും കിട്ടും. 2.5 മാസം കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എ ബാച്ച് ബി ബാച്ച് എന്നുള്ളത് CBRന്റെ സമയത്ത് ആക്കിക്കൊണ്ടിരിക്കുന്ന എന്ത് ചെയ്യും, 2 മാസം കഴിയുമ്പോൾ തന്നെ ഇംപ്ലിമെന്റേഷൻ മോഡിലേക്ക് പോകും. അപ്പോൾ ആ മോഡിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത്, ഇവിടെ കുട്ടികളെ കുറച്ചും കൂടി എന്തെങ്കിലും ഒരു കമ്പൈൻ സ്റ്റഡി മോഡിലേക്കായിരിക്കും പിന്നെ ക്ലാസ് മുറിയെ നമ്മൾ മാറ്റുന്നത്. അപ്പോൾ എബോവ് ആവറേജ് സ്റ്റുഡൻസിനെയും ബിലോ ആവറേജ് സ്റ്റുഡൻസിനെയും കൂടി എന്ത് ചെയ്യും, നമ്മൾ ചിലപ്പോൾ നമ്മൾ പെയർ ചെയ്യും. അതെല്ലാം ആ ക്ലാസ്സിൽ അങ്ങനെ തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും, അവരിലൂടെ കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പഠിപ്പിക്കുന്ന ഒരു മോഡിലേക്ക് എത്തും. അങ്ങനെ അതിൽ ലീഡർഷിപ്പ് എടുക്കുന്ന ആൾക്കാർക്ക് ഇന്റേണൽ മാർക്കോ മെന്ററിങ് റോളൊക്കെ എന്ത് ചെയ്യും, കൊടുക്കുന്നവർക്ക് അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ത് ചെയ്യും, നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇത് നമ്മളുടെ ഈ പ്രോബ്ലം നമ്മൾ ഇപ്പോഴും എന്ത് ചെയ്യേണ്ടത്, ഇതിനൊരു സൊല്യൂഷൻസ് നമ്മൾ കാണുന്നുണ്ട്. ആ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനമാകുമ്പോൾ CBRലേക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ എല്ലാ വർക്കുകളും എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്തിട്ടുണ്ടാകും. ആ പ്രോസസ്സ് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ ബൈ വീക്ക്ലി സൈൻ ഓഫിലേക്ക് നമ്മൾ പോകണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആഴ്ച കഴിയണ സമയത്ത് 2 എക്സ്പെരിമെൻ്റാണ് തീർന്നത്, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റ് തീർന്നത്, അല്ലെങ്കിൽ ഒരു FA ആണ് തീരേണ്ടത്. ആ FA എക്സ്പെരിമെൻറ്റിൻ്റെ റഫ് റെക്കോർഡ്, ഫെയർ റെക്കോർഡ്, സർട്ടിഫിക്കേഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ആ 2 ആഴ്ചക്കുള്ളിൽ തീർന്നിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു കുട്ടിയുടെ തീർന്നിട്ടില്ലെങ്കിൽ ആ കുട്ടീനെ എന്തെങ്കിലും ക്ലാസ്സിലേക്ക് പിന്നെ അറ്റൻഡ് ചെയ്യാൻ സമ്മതിക്കരുത്. എന്നാൽ ആ ക്ലാസ്സിൽ നിന്ന് ഇറക്കിയിട്ട് എന്ത് ചെയ്യണം, ലാബിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ആ എക്സ്പെരിമെന്റ് തീർക്കണം. അപ്പോൾ അതിൻ്റെ ഒരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലൂടെ അവൻ്റെ 2 ആഴ്ച കഴിയുമ്പോഴുള്ള പെൻഡിങ് വർക്കുകൾ തീർന്നു പോകും. ഇപ്പം എന്താ സംഭവിക്കണേ, ഇവൻ ഇങ്ങനെ മുന്നോട്ട് പോകും.
അവന് അവസാനം 4-ാമത്തെ മാസം ഇതൊക്കെ കൂടി പെൻഡിങ് ആയി കിടക്കും. ഇവനപ്പോൾ ഒരു സബ്ജക്റ്റിൻ്റെ FA തീർക്കാണ്ട്, വേറെ സബ്ജക്റ്റിൻ്റെ റെക്കോർഡ് തീർക്കാണ്ട്, വേറെ സബ്ജക്റ്റിൻ്റെ ലാബ് തീർക്കാണ്ട്, essay 2 എഴുതിയിട്ടുള്ള, ഇങ്ങനെ ആകെക്കൂടി എന്താണ്, ആകെക്കൂടി അവൻ്റെ എല്ലാ പ്രഷറും ഓട്ടോമാറ്റിക്കലി വരാണ്. ആ പ്രഷർ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, 2 വീക്സിലേക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇവിടെയും എന്ത് ചെയ്യണം, നമ്മളെ സംബന്ധിച്ച് നിങ്ങളുടെ റോള് റെസ്പോൺസിബിലിറ്റീസ് ടേക്കപ്പ് ചെയ്യാന്നുള്ള നമ്മുടെ നേരത്തെ സ്റ്റുഡൻറ് സെൻറ്റേഡ് ലേണിങ്ങിലുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടാണ്. ഒരാളിപ്പോൾ പറയാണ്, എനിക്ക് സാറേ ഇത്രത്തോളം കഷ്ടപ്പെടാൻ പറ്റില്ല, ഒരു മിനിമം ബേസ് വർക്ക് എനിക്ക് പറ്റുള്ളൂ, എനിക്ക് ആകെ കൂടി സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി, അതല്ലാതെ വേറെ ഒന്നും കിട്ടണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നേരെ ട്യൂട്ടർ അപ്രോച്ച് ചെയ്യുക, ഈ കാര്യങ്ങൾ പറയുക, HOD ആയിട്ട് ഡിസ്കസ് ചെയ്യുക, പ്രിൻസിപ്പളിൻ്റെ അപ്രൂവൽ അടിക്കുക. പിന്നെ ആരും നിങ്ങൾ ശല്യപ്പെടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ആ കംപ്ലീഷൻ വേണ്ട. അപ്പോൾ ആ ഒരു കൺസെൻസസിലേക്ക് എത്താം. പക്ഷെ അതേസമയം നിങ്ങൾക്കൊരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ നിർബന്ധമായി തന്നെ എന്ത് ചെയ്യണം, ഇതേപോലെ വർക്കുകൾ തീർക്കണം. നിങ്ങൾ ഇവിടെ വന്നാലേ ഇത് തീർക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ പുറകെ നടന്നിട്ട് അസ്വസ്ഥരാവാൻ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല. നിങ്ങൾ 10, 20, 21 വയസ്സായി നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ആ റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും ഒരു കപ്പാസിറ്റിയുടെ കുറവില്ല. നിങ്ങൾക്ക് 101% നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ഡിപ്ലോമ പാസ്സാകാൻ നിലവിൽ പറ്റും. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കണില്ല, ആ ആഗ്രഹമാണ് ഉണ്ടാവേണ്ടത്. നിങ്ങൾ പല ആളുകളും എന്താണ്, പിന്നെ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ്, സെമ്മ് തുടങ്ങുന്നതിന് മുമ്പ് തോൽവി സംഭവിച്ചിട്ടാണ് നിങ്ങൾ ഇരിക്കണം. നിങ്ങൾ ഇപ്പോൾ വിചാരിക്കാണ് ഞാൻ ഈ സെമ്മിൽ 2 പേപ്പർ തോക്കും എന്ന് നിങ്ങൾ വിചാരിച്ചാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും പാസ്സാക്കാൻ പറ്റില്ല. നിങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് വരുന്നതിന് മുമ്പ് കാലത്ത് തന്നെ വിചാരിക്കാണ് ഈ പരീക്ഷ എന്തായാലും ഞാൻ തോറ്റിട്ടേ പോകുള്ളൂ, നിങ്ങളെ ജയിപ്പിക്കാൻ പിന്നെ ആർക്കും പറ്റില്ല. അപ്പം അതിൽ നിന്ന് എന്ത് ചെയ്യണം, ആ ബ്ലോക്ക്, ആ മെൻ്റൽ ബ്ലോക്കിൽ നിന്ന് എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കലി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ റിസൾട്ടുകൾ എന്ത് ചെയ്യാം, നിലവിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ പറഞ്ഞ ഇതൊക്കെ വിട്ടേക്കാം. ഇതായിരിക്കും ടോട്ടലി എന്ത് ചെയ്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ട്രാറ്റജി എന്ന് നമ്മൾ പറയുന്നത്. ആദ്യത്തെ 2 മാസത്തിലേക്ക് ഫ്രണ്ട് ലോഡിങ് മെത്തേഡായിരിക്കും. 70% ബേസിക് ലാബുകളും തിയറികളും തീർന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനീഷ്യലി ഒരു എഫേർട്ട് നമ്മൾ എടുക്കും, പക്ഷേ എന്ത് ചെയ്യും, ലാസ്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ് കുറവായിരിക്കും. മന്ത് 3 മുതൽ എന്ത് ചെയ്യും, ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലേക്കും ഗ്രൂപ്പ് കമ്പൈൻ സ്റ്റഡി മോഡിലേക്കും ഓട്ടോമാറ്റിക്കലി പോകും. അഡ്വാൻസ്ഡ് ടോപ്പിക്സിലേക്ക് എന്ത് ചെയ്യും, ടോപ്പ് സ്റ്റുഡൻസ് മൂവ് ചെയ്യും. വീക്കർ സ്റ്റുഡൻസ് എന്ത് ചെയ്യും, നേരത്തെ നമ്മൾ പഠിച്ച പോർഷൻസിൽ തന്നെ നമുക്ക് പിന്നെ പഠിക്കേണ്ട കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ആ പോർഷൻസിൽ നിന്ന് നമ്മൾ 30 മാർക്ക് 35 മാർക്ക് സ്കോർ ചെയ്തിട്ട് പാസ്സാകാനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നിലവിൽ